ലോകകപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളുടെ ഫൈനൽ റൗണ്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ഗ്രൂപ്പിലെ 3-ാം സ്ഥാനക്കാർക്ക് വരെ നോക്കൌട്ട് പ്രതീക്ഷയുള്ളതിനാൽ അവസാന മത്സരം നിർണായകമാണ്. ബ്രസീൽ, മൊറോക്കോ, സ്വിറ്റ്സർലൻഡ് ടീമുകൾ ഇന്നിറങ്ങും. അവസാന മത്സരത്തിലെങ്കിലും മലയാളി താരം തഹ്സിൻ മുഹമ്മദിന്റെ അരങ്ങേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. ലോകകപ്പിലെ നോക്കൌട്ട് ചിത്രം ഇന്നു മുതൽ തെളിയും. 48 ടീമുകൾ മത്സരിക്കുന്ന ലോകകപ്പിൽ 32 ടീമുകൾക്കാണ് നോക്കൌട്ട് സ്റ്റേജിലേക്ക് പ്രവേശനം. 12 ഗ്രൂപ്പുകളിൽ നിന്ന് ആദ്യ 2 സ്ഥാനക്കാർക്ക് നേരിട്ടും മികച്ച 3-ാം സ്ഥാനക്കാരായ 8 ടീമുകളുമാണ് നോക്കൌട്ടിൽ പ്രവേശിക്കുക. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരമായതിനാൽ 2 മത്സരങ്ങളും ഒരേ സമയത്ത് നടക്കും. ഗ്രൂപ്പ് ബിയിൽ രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് കാനഡയെയും ബോസ്നിയ ഖത്തറിനെയും നേരിടും. 4 പോയിന്റ് വീതമുള്ള സ്വിറ്റ്സർലാൻഡ് കാനഡ മത്സര വിജയികൾ നേരിട്ട് നോക്കൌട്ടിലെത്തും. മത്സരം സമനിലയിലായാൽ 2 ടീമുകളും നോക്കൌട്ടിലെത്തും. 1 പോയിന്റ് മാത്രമുള്ള ഖത്തറിനും ബോസ്നിയയ്ക്കും നോക്കൌട്ട് പ്രതീക്ഷയുണ്ട്. ഗ്രൂപ്പ് സിയിൽ 4 പോയിന്റ് വീതമുള്ള ബ്രസീലിനും മൊറോക്കോയ്ക്കും സമനില നേടിയാലും നോക്കൌട്ടിലെത്താം. ബ്രസീലിനോട് ജയിച്ചാൽ മാത്രമാണ് സ്കോട്ട്ലാൻഡിന് നേരിട്ട് യോഗ്യത ലഭിക്കുക. സമനിലയോ തോൽവിയോ ആയാൽ മികച്ച 3-ാം സ്ഥാനക്കാരായി നോക്കൌട്ട് പ്രതീക്ഷ വയ്ക്കാം. ആദ്യ 2 മത്സരവും തോറ്റ ഹെയ്ത്തി ലോകകപ്പിൽ നിന്ന് പുറത്തായി. പുലർച്ചെ 3:30 ബ്രസീൽ, സ്കോട്ട്ലാൻഡ്, മൊറോക്കോ, ഹെയ്ത്തി പോരാട്ടം. ഗ്രൂപ്പ് എയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ദക്ഷിണ കൊറിയ ദക്ഷിണാഫ്രിക്കയെയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും നേരിടും. ആദ്യ 2 മത്സരവും ജയിച്ച ആതിഥേയരായ മെക്സിക്കോയാണ് ഗ്രൂപ്പ് എയിൽ നിന്ന് നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയ ഏക ടീം. സൗത്ത് ആഫ്രിക്കയോട് ജയമോ സമനിലയോ നേടിയാൽ ദക്ഷിണ കൊറിയയ്ക്കും നോക്കൌട്ടിലെത്താം. നാളെ രാവിലെ 6:30 2 മത്സരങ്ങളും. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.